ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2 മക്കബയർ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. യെസ്, സ്നേഹമുള്ളവരെ, ദൈവവചനത്തിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ ആരും തോറ്റുപോയ ചരിത്രമില്ല. തമ്പുരാൻ നൽകിയ ആയുധങ്ങളിൽ ഏറ്റവും വലിയ ആയുധമാണ് വചനം. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകാം. പ്രത്യാശ കൈവിടരുത്. സങ്കടങ്ങൾ ഏറുമ്പോൾ, നിരാശ ബാധിക്കുമ്പോൾ, എല്ലാം ഇട്ടിട്ട് പോയേക്കാമെന്ന് തോന്നലുണ്ടാകുമ്പോൾ ചങ്ക് പൊട്ടി വിളിക്കണം ചുങ്കക്കാരനെ പോലെ. ആശ്രയിക്കണം ദൈവത്തെ, ആരാധിക്കണം ദൈവത്തെ, വിശ്വസിക്കണം ദൈവത്തെ. അതിനുള്ള ഒരു ആത്മവീര്യം നിനക്കുണ്ടായിരിക്കണമെന്ന് മാത്രം. സ്നേഹമുള്ളവരെ, ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. അവൻ തൻ്റെ ശിരസ് മുട്ടുകൾക്കിടയിൽ വെച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ അപ്പുറത്തൊരു കൈമേഘം ഉയർന്നതുപോലെ വിശന്നു വലഞ്ഞ സിംഹങ്ങളുടെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞ ദാനിയേലിനെ ഭക്ഷിക്കാതെ സിംഹത്തെ ഉപവസിക്കാൻ പഠിപ്പിച്ചതുപോലെ ഇന്ന് ദൈവം നിന്നെയും പലതും പഠിപ്പിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നു കൊടുക്കാനുള്ള ഒരു ആത്മധൈര്യം നിനക്കുണ്ടായിരിക്കണമെന്ന് മാത്രം. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ചിലർ ആയുധങ്ങളിലും വീരസാഹസ്യ കൃത്യങ്ങളിലും ആശ്രയിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിലാണ് ആശ്രയിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടാൻ ശക്തിയുള്ള അങ്ങയുടെ ശക്തി ഒരംശം ഞങ്ങളിലേക്കും വാരി വിതറണമേ. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകേണ്ട പ്രതിസന്ധികൾ ഏറെയാണെന്ന് അങ്ങേക്കറിയാം. ഈശോനാഥ, അപ്പോഴൊക്കെയും അങ്ങയുടെ കരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. മോശ തൻ്റെ ജനതയെ ധീരതയോടെ നയിച്ചതുപോലെ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഞങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാനും, കർത്താവെ, ഏത് പ്രതിസന്ധികളിലും അങ്ങയുടെ കരം പിടിക്കുവാനും അങ്ങയോടൊത്തായിരിക്കാനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 2 മക്കബയർ 8:18 അഭിഷേകത്താൽ കർത്താവെ, മക്കളായ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഈശോനാഥ, അങ്ങയുടെ സഹായമില്ലാതെ, അങ്ങയുടെ ശക്തിയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവെ, അങ്ങ് എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ, നല്ല ഒരു ദിവസം തന്നതിന് അങ്ങേക്ക് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആമേൻ.